ആഗോള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അസ്ഥിരത തുടരും. ഓയിൽ വിലയിൽ തുടരുന്ന ഉയർച്ച. ഏറ്റവും വലിയ ആഘാതം ഇൻഫ്ലേഷനും പലിശ നിരക്കുകളും. ഫെഡ് ശ്രദ്ധയിൽ. ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, എയർലൈൻസ് ഗുരുതര പ്രതിസന്ധി. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ആഗോള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അസ്ഥിരത തുടരും. യുദ്ധം, ഉയർന്ന ഓയിൽ വില, ഇൻഫ്ലേഷൻ ഭീതി എന്നിവയാൽ S&P 500, നാസ്ഡാക്ക് തുടങ്ങിയവയിൽ ഇടിവ്. എന്നാൽ ഊർജ, പ്രതിരോധ സെക്ടറുകൾ ലാഭകരമായി തുടരുന്നു. ടെക് ഓഹരികൾക്ക് സമ്മർദ്ദം. ഈ ആഴ്ചയും വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. ചില സ്ട്രാറ്റജിസ്റ്റുകൾ S&P 500-ന് ഉയർന്ന ടാർഗറ്റ് നൽകുന്നുണ്ടെങ്കിലും റിസ്ക് ഉയർന്നതാണ്. ഓയിൽ വിലയിൽ തുടരുന്ന ഉയർച്ച. ഏറ്റവും വലിയ ആഘാതം ബ്രെന്റ് ക്രൂഡ് ബാരലിന് $105-107 നിലവാരത്തിലാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ ഷിപ്പിംഗ് തടസ്സം തുടരുന്നതിനാൽ വില $100 മുകളിൽ നിലനിൽക്കാൻ സാധ്യത. ഇത് ഇന്ധനവില, ട്രാൻസ്പോർട്ട് ചെലവ്, ഉപഭോക്തൃ വില സൂചിക എന്നിവ ഉയർത്തും. ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണങ്ങളും ഹൂത്തി മിസൈൽ ആക്രമണവും സാഹചര്യം സങ്കീർണമാക്കുന്നു. ഇൻഫ്ലേഷനും പലിശ നിരക്കുകളും. ഫെഡ് ശ്രദ്ധയിൽ. ഉയർന്ന ഓയിൽ വില ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കാൻ സാധ്യത. ഫെഡ് റേറ്റ് കട്ട് പ്രതീക്ഷകൾ കുറഞ്ഞു. ഇന്ന് ഫെഡ് ചെയർ ജെറോം പവൽ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിക്കാം. ഇന്ത്യയിലും ഗ്ലോബൽ ഇൻഫ്ലേഷൻ സമ്മർദ്ദം ബാധിക്കാം. ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, എയർലൈൻസ് ഗുരുതര പ്രതിസന്ധി. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തടസ്സം, റീറൂട്ടിംഗ്, ഇൻഷുറൻസ് ചെലവ് വർധനവ് എന്നിവയാൽ ഷിപ്പിംഗ് കമ്പനികൾ, മേഴ്സ്ക് പോലുള്ളവ ചെലവ് ഉപഭോക്താക്കളിലേക്ക് മാറ്റും. വിമാനയാത്രകളും ബാധിതമാണ്. ഇത് വ്യാപാരം, ഇറക്കുമതി, കയറ്റുമതി, ഉപഭോക്തൃവില എന്നിവയെ ബാധിക്കും. ഊർജ സെക്ടർ ഓഹരികൾ, എക്സോൺ, ഷെവ്രോൺ പോലുള്ളവ ശക്തമായി തുടരാൻ സാധ്യത. ഗ്ലോബൽ മാർക്കറ്റുകളിൽ യുദ്ധവാർത്തകൾക്കനുസരിച്ച് വലിയ ചലനം. ഇന്ത്യൻ മാർക്കറ്റുകളിലും നിഫ്റ്റി, സെൻസെക്സ്, ഓയിൽ വിലയും ഗ്ലോബൽ സെന്റിമെന്റും സ്വാധീനിക്കും. ഊർജ, പ്രതിരോധ, ചില കമ്മോഡിറ്റി സെക്ടറുകൾ ശ്രദ്ധിക്കുക. പക്ഷേ ഹൈ റിസ്ക്, ഡൈവേഴ്സിഫിക്കേഷൻ, ഹെഡ്ജിംഗ് പരിഗണിക്കുക. യുദ്ധം ദീർഘകാലമാവുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ, റിസഷൻ ഭീതി വർദ്ധിക്കും. സീസ്ഫയർ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ തുടരുന്നു. സാഹചര്യം വളരെ ദുർബലം. ഹെഡ്ലൈൻസ്. ആഗോള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അസ്ഥിരത തുടരും. ഓയിൽ വിലയിൽ തുടരുന്ന ഉയർച്ച. ഏറ്റവും വലിയ ആഘാതം ഇൻഫ്ലേഷനും പലിശ നിരക്കുകളും. ഫെഡ് ശ്രദ്ധയിൽ. ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, എയർലൈൻസ് ഗുരുതര പ്രതിസന്ധി. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.